ജയിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും അമേരിക്കയെ ഇറാൻ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ രഹസ്യം ഇപ്പോൾ വൈകിയാണെങ്കിലും പുറത്തായിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ആയുധ കച്ചവടത്തിന്റെ കോടികൾ മണക്കുന്ന രഹസ്യ നീക്കങ്ങൾ നടന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുദ്ധക്കളത്തിൽ സൈനികർ ജീവന് വേണ്ടി പോരാടുമ്പോൾ അധികാരത്തിന്റെ ശീതീകരിച്ച മുറികളിലിരുന്ന് ചിലർ ഓഹരി വിപണിയിലെ ലാഭം കൊയ്യാൻ പദ്ധതിയിടുകയായിരുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ യുദ്ധക്കച്ചവടത്തിന്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രമുഖ സാമ്പത്തിക മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവാദം ഉന്നയിക്കപ്പെടുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ സൈനിക നീക്കത്തിന് മുമ്പുള്ള ആഴ്ചകളിൽ ഹെക്സത്തിനോട് ബന്ധപ്പെട്ട ബ്രോക്കർ ആയുധ നിർമ്മാണ മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ അന്വേഷിച്ചുവെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മോർഗൻ സ്റ്റാൻലിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രോക്കർ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി മാനേജ്മെന്റ് കമ്പനികളിലൊന്നായ ബ്ലാക്ക് റോക്കുമായി ബന്ധപ്പെട്ട ഫണ്ടിലേക്കാണ് നിക്ഷേപ ശ്രമം നടത്തിയത്. ആയുധ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ ഉൾപ്പെട്ട എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലായിരുന്നു ഈ നീക്കം. ഈ ഫണ്ടിൽ ഉൾപ്പെട്ടിരുന്ന കമ്പനികൾ സാധാരണയല്ല. ലോക പ്രതിരോധ രംഗത്തെ വമ്പന്മാരായ ലോക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രൂമൻ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ ആയുധ ആവശ്യകത ഉയരും. അതോടെ ഇത്തരം കമ്പനികളുടെ ഓഹരി വില കുതിക്കും. ഇത് സാധാരണ സാമ്പത്തിക പ്രവണതയാണ്. എന്നാൽ യുദ്ധ തീരുമാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഈ വിവരം മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്താൻ ശ്രമിച്ചത് വലിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഈ നിക്ഷേപ ശ്രമം ഫെബ്രുവരി മധ്യത്തോടെ ആരംഭിച്ചു. അതിനു പിന്നാലെ ഫെബ്രുവരി അവസാനത്തോടെ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചു. ഇത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ശക്തമായി വരുന്നുണ്ട്. യുദ്ധ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കൊണ്ട് പെന്റഗൺ രംഗത്തെത്തി. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും യാതൊരു തരത്തിലുള്ള അനധികൃത ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും പെന്റഗൺ വക്താവ് സ്റ്റീൻ പാർലൻ വ്യക്തമാക്കി. വൈറ്റ് ഹൌസും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നിരുന്നാലും റിപ്പോർട്ട് പുറത്തുവന്ന സമയവും അതിന്റെ പശ്ചാത്തലവും സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇതിനിടെ യുദ്ധ തീരുമാനമെടുക്കുന്നതിൽ ഹെക്സത്തിന്റെ പങ്ക് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദത്തിന് കൂടുതൽ ഇന്ധനം പകരുന്നു. ഇറാനെതിരെ സൈനിക നടപടി വേണമെന്ന ആശയം തന്റെ ടീമിൽ നിന്ന് ആദ്യമായി മുന്നോട്ട് വെച്ചത് ഹെക്സത്താണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന ഹെക്സത്തിന്റെ വാക്കുകൾ ട്രംപ് ഉദ്ധരിച്ചതോടെ യുദ്ധ തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ആയിരുന്നു എന്ന ചർച്ചകളും ശക്തമായി. അമേരിക്കൻ രാഷ്ട്രത്തിന്റെ അകത്തളങ്ങളിൽ ഈ യുദ്ധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെക്കുറിച്ചും പുതിയ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മാധ്യമ സാമ്രാജ്യത്വൻ റൂബർട്ട് മർഡോക്കും ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയമാണ്. അതേസമയം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലുള്ള ചില നേതാക്കൾ ഈ നീക്കത്തിൽ അത്ര താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു യുദ്ധം എങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, താല്പര്യ ഗ്രൂപ്പുകൾ, സാമ്പത്തിക ലാഭങ്ങൾ എന്നിവയുടെ സംയോജനത്തിലൂടെ രൂപപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ്. ഇതാദ്യമായല്ല ഹെക്സത്ത് വിവാദങ്ങളിൽ പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ആന്ത്രോപിക്കിനെ പെന്റഗൺ കരിമ്പട്ടികയിൽ പെടുത്താനെടുത്ത തീരുമാനം നേരത്തെയും വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചിരുന്നു. കോടതി വരെ എത്തിയ ആ കേസിൽ അധികാരം ദുരുപയോഗം ചെയ്തെന്ന പരാമർശവും ഉയർന്നിരുന്നു. അതിനു പിന്നാലെ പ്രതിരോധ വകുപ്പിന്റെ രഹസ്യ നെറ്റ്വർക്കുകളിൽ AI ഉപയോഗിക്കുന്നതിനായി പുതിയ കരാറുകൾ ഒപ്പുവെച്ചത് വ്യാപാര താല്പര്യങ്ങൾക്കും നയ തീരുമാനങ്ങൾക്കുമിടയിൽ ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാക്കി. ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചു പറയാം, ഇതൊരു അവസാനമല്ല, ഒരു തുടക്കമാണ്. ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങളും വെറും മുകളിലത്തെ പാളി മാത്രമായിരിക്കാം. യഥാർത്ഥ കഥ അതിനേക്കാൾ ആഴത്തിൽ മറഞ്ഞുകിടക്കാൻ സാധ്യതയുണ്ട്. പെന്റഗണിലെ അടച്ചിട്ട മുറികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വെറും നയപരമായ പ്രഖ്യാപനങ്ങളായി തോന്നാം. പക്ഷേ അതിന്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളും ശക്തമായ ലോബികളും അദൃശ്യ ഇടപാടുകളും ഒളിഞ്ഞിരിക്കാമെന്ന സംശയം ഈ വിവാദം വീണ്ടും ശക്തിപ്പെടുത്തുകയാണ്. ഇത് ഒരാളുടെ വ്യക്തിഗത നീക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യം മാത്രമല്ല, അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളറകളിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വലിയ അന്വേഷണത്തിന്റെ തുടക്കമാണ്. ഹെക്സത്തിന് മേലുള്ള ആരോപണങ്ങൾ സത്യമായി തെളിയുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഒരു വ്യക്തിയിലോ ഒരു വകുപ്പിലോ ഒതുങ്ങില്ല. അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്കും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക അടിസ്ഥാനത്തിനും അതൊരു വലിയ വെല്ലുവിളിയാകും. യുദ്ധ തീരുമാനങ്ങൾ ദേശീയ സുരക്ഷയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കപ്പെടുമ്പോൾ അതിനൊപ്പം സാമ്പത്തിക ലാഭത്തിനുള്ള രഹസ്യ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. അധികാരവും പണവും ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ആ അപകടകരമായ കൂട്ടുകെട്ട് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന ചോദ്യം ഇനി ഒഴിവാക്കാനാവാത്തതാണ്. ഇത് കൂടുതൽ വലിയ ഒരു ചർച്ചകളിലേക്ക് വഴിതെളിയിക്കുന്നു. യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കളോ അതോ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ശക്തികളോ? ആയുധ നിർമ്മാണ കമ്പനികൾ, നിക്ഷേപ ഫണ്ടുകൾ, ആഗോള ലോബികൾ ഇവയൊക്കെ ചേർന്ന് ഒരു അദൃശ്യ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം പുതുമയുള്ളതല്ല. എന്നാൽ ഓരോ പുതിയ ആരോപണവും ഈ സംശയത്തെ കൂടുതൽ വിശ്വസനീയമാക്കുകയാണ്. യുദ്ധം ഒരു ഭൂരിപക്ഷത്തിന് ദുരന്തമായിരിക്കുമ്പോൾ ചിലർക്കതൊരു വിപണിയാണ്, ലാഭം കണ്ടെത്താനുള്ള ഒരു അവസരം.